വിശാൽ വധക്കേസിലെ വിധി നിരാശാജനകമെന്നും ഞെട്ടിപ്പിക്കുന്നതാണെന്നും ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. പ്രതികൾക്കൊപ്പമാണ് ഇടതു വലതു മുന്നണികൾ. വലിയ ചർച്ചയാകേണ്ട വിധിന്യായമാണിതെന്നും അദ്ദേഹം പ്രതികരിച്ചു. കേരളത്തെ ഞെട്ടിച്ച വിശാൽ വധക്കേസിലെ വിധി അല്പസമയങ്ങൾക്ക് മുമ്പാണ് വന്നത്. വിധിയോട് പ്രതികരിക്കാൻ ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. വിധി എങ്ങനെയാണ്? വളരെ വേദനാജനകമായ, നിരാശാജനകമായ, അതുപോലെ ഞെട്ടിക്കുന്ന ഒരു വിധിയാണ് സത്യത്തിൽ. വിശാലിനെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് മുമ്പിൽ വെച്ച് ക്യാമ്പസ് ഫ്രണ്ടിന്റെ 17ഓളം വരുന്ന ക്രിമിനലുകൾ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു അധികാരത്തിൽ. ആ സമയത്ത് കേസ് അന്വേഷണം ശരിയായ നിലയിൽ പോവില്ല എന്ന് മനസ്സിലാക്കിയ വിശാലിനെ അഭിഭാഷകർ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഇതിൽ നിയമിക്കണമെന്ന് പറഞ്ഞ് UDF നേതാക്കളെ മുഴുവൻ കണ്ടു. ചെങ്ങന്നൂർ അന്നത്തെ MLA ആയിരുന്ന വിഷ്ണുനാഥ്, ഉമ്മൻചാണ്ടി, എല്ലാവരെയും കണ്ടിട്ടും അവർ അതിന് തയ്യാറായില്ല. അത് നീട്ടിക്കൊണ്ടുപോയി. പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരും ഇതേ സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. വളരെ വൈകിയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാൻ അവർ നിർബന്ധിതമായത്. ആ കേസിൽ ആദ്യം സാക്ഷികളായി വന്നവർ ഒന്ന് SFIയുടെയും KSUവിന്റെയും ജില്ലാ നേതാക്കളായിരുന്നു. അവർ രണ്ടുപേരും വന്ന് പോലീസിന് മൊഴി കൊടുത്തത് ഇത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഭീകരപ്രവർത്തകരാണ് കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് മൊഴി കൊടുത്ത അതേ ആളുകൾ തന്നെ പിന്നീട് വിചാരണ വേളയിൽ ആ സാക്ഷികൾ കൂറുമാറുകയായിരുന്നു. അത് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതായത് ഇടതുമുന്നണിയും വലതുമുന്നണിയും ഈ കേസിൽ പ്രതികളോടൊപ്പമായിരുന്നു. അവരുടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ഈ കേസിൽ പ്രതികളെ സഹായിക്കാൻ വേണ്ടി കൂറുമാറുകയാണ് ഉണ്ടായത്. ഈ കേസിന്റെ അന്വേഷണത്തിൽ പ്രോസിക്യൂഷൻ പല തെളിവുകളും, സുപ്രധാനമായ പല തെളിവുകളും ഹാജരാക്കിയെങ്കിലും നീതിപീഠത്തിന് മുമ്പിൽ അതൊന്നും കണ്ണു തുറക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് വളരെ വലിയ ഒരു ചർച്ചയാവേണ്ട ഒരു വിധിന്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളം ശരിയായ നിലയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിധിന്യായമാണ്. എന്തായാലും മേൽക്കോടതികളെ സമീപിക്കാൻ ABVP ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. പ്രോസിക്യൂഷനും അതിനുവേണ്ടി മുമ്പോട്ട് പോവുകയാണ്. മേൽക്കോടതിയിലെങ്കിലും ഈ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ നീതിപീഠം കണ്ണു തുറക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ ഒരു ചർച്ചയായി പോകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. നീതി ലഭിക്കും വരെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് പ്രഖ്യാപിക്കുന്നത്.